ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ലൈനിങ് ഉപയോഗിച്ചുള്ള ഒരു ചുരിദാർ കട്ടിംഗ് ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെടുത്തിട്ടുള്ള ചുരിദാറിൻ്റെ കൈ തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയലാണത്. ഇതാണ് ചുരിദാറിൻ്റെ ലൈനിങ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ചുരിദാറിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത്. പ്ലെയിൻ ബ്ലാക്ക് മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം ഞാൻ ലൈനിങ് ഉപയോഗിച്ചിട്ട് ബ്ലൗസ് ആണെങ്കിലും ചുരിദാറാണെങ്കിലും എന്ത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും ആദ്യം ലൈനിങ് ആണ് കട്ട് ചെയ്തെടുക്കാറ് കേട്ടോ. അപ്പോൾ നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചുരിദാർ കട്ട് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ആദ്യം ഇതിൻ്റെ വീതി ഭാഗം ഉണ്ടല്ലോ, വീതി ഭാഗം ഇതുപോലെ പിടിച്ചിട്ട് നമ്മൾ അതിൻ്റെ നടു മടക്കി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കറക്റ്റായിട്ട് പിടിക്കുക. ഇതൊരു ജോർജറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ വഴുതി പോകും. നമ്മൾ കറക്റ്റ് ഒരു കോട്ടൻ്റെ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് പിടിച്ച് മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മടക്കി അതുപോലെ തന്നെ കിടക്കും. ഇത് ഈ ജോർജറ്റ്, ഷിഫോൺ അങ്ങനത്തെ ഒക്കെ മെറ്റീരിയൽ ആകുമ്പോൾ കറക്റ്റായിട്ട് കിട്ടിക്കോളുന്നില്ല, സിൽക്ക് മെറ്റീരിയൽസൊക്കെ ആകുമ്പോൾ. അപ്പോൾ നമ്മളിത് ഇതുപോലെ മടക്കിയിട്ട് ഇനി നമുക്ക് അതിൻ്റെ സെൻറ്റർ ഭാഗം കൂടി ഒന്ന് മടക്കി കൊടുക്കാം. നമ്മൾ സാധാരണ ചുരിദാറിന് കട്ട് ചെയ്യുന്നുണ്ടല്ലോ അതുപോലെ തന്നെ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അത്ര ഇറക്കത്തിൽ നമുക്കിത് മടക്കി കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചെങ്കിൽ ചില ആളുകൾ ലൈനിങ് ചുരിദാറിൻ്റെ അതേ ഇറക്കത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കും. പക്ഷേ എനിക്ക് ഒന്നുകൂടെ വൃത്തി തോന്നിയിട്ടില്ല. ചുരിദാറിൻ്റെ ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചുരിദാറിനുള്ള നീളം ഉണ്ടല്ലോ, ആ നീളത്തിനേക്കാൾ കുറച്ച് ഇറക്കം കുറച്ചിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ വൃത്തിയിൽ കിടക്കുന്നത് കേട്ടോ. അത് രണ്ടും കൂടെ ഒരുമിച്ച് നമ്മൾ അടി മടക്കി അടിക്കുമ്പോൾ ഒരു വൃത്തി ആയിട്ട് എനിക്ക് തോന്നാറില്ല. അത് ഞാനിത് നമ്മുടെ ചുരിദാറിൻ്റെ ഇറക്കത്തിനേക്കാൾ കുറച്ച് ഇറക്കം കുറച്ചിട്ടാണ് ലൈനിങ് കട്ട് ചെയ്തെടുക്കാറ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ചുരിദാറാണ് ഇതിൻ്റെ അളവിനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ചുരിദാർ ഇതുപോലൊന്ന് മടക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഏത് ഭാഗമാണോ ആദ്യം കട്ട് ചെയ്യുന്നത്, ഫ്രണ്ട് ഭാഗമാണോ ബാക്ക് ഭാഗമാണോ ആദ്യം കട്ട് ചെയ്യുന്നുള്ളത് വെച്ചെങ്കിൽ ആ ഭാഗം നമ്മൾ കാണത്തക്ക വിധം, അതായത് പുറത്തേക്ക് ആയിട്ട് മടക്കി പിടിക്കുക കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ചുരിദാറിൻ്റെ നെക്ക് പോലെയല്ല, ഞാൻ പ്ലെയിൻ റൗണ്ട് നെക്കാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളത് ഇങ്ങനെയല്ല ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ട് നമ്മളത് ഏത് മോഡലാണോ നമ്മൾ കഴുത്ത് വരച്ചിട്ട് കട്ട് ചെയ്യുന്നത് അത് നമ്മുടെ ഇഷ്ടമാണ്, ഏത് മോഡലാണ് വരയ്ക്കുന്നത് എന്നുള്ളതല്ലേ. അപ്പം ഞാനിതിന് പ്ലെയിൻ ആയിട്ട് ഒരു റൗണ്ട് നെക്ക് മാത്രം, റൗണ്ട് നെക്ക്, അതിന് വേറെ വർക്കോ ഡിസൈൻസോ ഒന്നും കൊടുക്കുന്നില്ല, പ്ലെയിൻ ആയിട്ടൊരു റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചുരിദാർ വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് അങ്ങനെ ചുളിവൊന്നും ഇല്ലാതെ വെച്ച് കൊടുക്കുക. അളവ് എടുത്തിട്ടല്ല, നമ്മൾ അളവിന് തന്നിട്ടുള്ള ചുരിദാർ വെച്ചിട്ടാണ് കേട്ടോ. നമ്മൾ അളവൊന്നും എടുക്കണില്ല ടാപ്പ് ഉപയോഗിച്ചിട്ട്, ജസ്റ്റ് നമ്മൾ അളവിന് തന്നിട്ടുള്ള ചുരിദാർ മാത്രം അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ അളവ് എടുക്കുന്നത്. അപ്പോൾ അളവ് എടുക്കാൻ നിശ്ചയമില്ലാത്തവർക്ക് ഇതിങ്ങനെ ചെയ്താൽ മതി കേട്ടോ. നല്ല എളുപ്പമായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ആദ്യം ഇതിൻ്റെ കഴുത്ത് ഭാഗം എങ്ങനെയാണെന്ന് നോക്കാം. കഴുത്ത് ഭാഗം കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഈ കഴുത്തിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ ചുരിദാർ എങ്ങനെയാണോ കിടക്കുന്നത് അതിൻ്റെ ഭാഗങ്ങൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ പോയിൻ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ രണ്ട് ഭാഗത്ത് നമ്മൾ പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഷോൾഡർ ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെ നിന്നാണല്ലേ സ്റ്റാർട്ട് ചെയ്യണത്, കൈ തയ്ച്ചു തുടങ്ങുന്നത്, അവിടെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൈക്കുഴിയുടെ അവിടെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ കൈക്കുഴി ഇങ്ങനെ വരുന്നുണ്ടല്ലോ, ആ കൈക്കുഴിയുടെ അവിടെ ഇങ്ങനെ ഒരു വിരലിൽ വെച്ച് അമർത്തി കൊടുത്തിട്ട് അന്ന് പൊന്തിച്ച് കൊടുക്കുക. എന്നിട്ട് അവിടെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ പോയിൻ്റ് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ഓപ്പൺ ഏത് ഭാഗത്താണോ വരുന്നത് ആ ഓപ്പൺ വരുന്ന ഭാഗത്തും കൂടെ പോയിൻ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ പോയിൻ്റുകളൊക്കെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇപ്പം ഞാൻ വരയ്ക്കുന്ന പോയിന്റിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ വരയ്ക്കുന്ന പോയിന്റ് ഉണ്ടല്ലോ അതിലൂടെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി നമ്മൾ ആ ഒരു ഓപ്പൺ വരുന്ന ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട കാര്യം നമ്മൾക്ക് ഓപ്പണിൻ്റെ അവിടെ നിന്ന് കറക്റ്റായിട്ട് നമ്മുടെ ഇറക്കം എത്രയാണോ അത്രയും ഇറക്കത്തിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചുരിദാറിൻ്റെ അത്രയും ഇറക്കം ഞാൻ ലൈനിങ്ങിന് എടുക്കുന്നില്ല. ചുരിദാറിനെക്കാട്ടിൽ ഇറക്കം കുറച്ചിട്ടാണ് ഞാൻ ലൈനിങ്ങിന് ഇറക്കം എടുക്കുന്നത്. അപ്പോൾ ഞാൻ എത്രയാണ് ഇറക്കം, ഫുൾ ഇറക്കം ഞാൻ എടുക്കുന്നില്ല. ഫുൾ ഇറക്കം എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ അതൊരു വൃത്തിയായിട്ട് എനിക്ക് തോന്നാറില്ല. അതുകൊണ്ടാട്ടോ, ഓരോരുത്തരുടെ ഇഷ്ടമാണ് എങ്ങനെ എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഞാനിത് ഇത്ര ഇറക്കമാണ് ഞാൻ ഇതിന് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ട് ആ പോയിന്റിൽ നിന്ന് മേലത്തെ പോയിന്റിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും വരച്ചു കൊടുക്കാം. ഞാൻ സ്കെയിൽ കയ്യിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പം ഞാൻ ടാപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഇറക്കം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി കഴുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം, അതുപോലെ തന്നെ കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിനി ആ പോയിന്റുകളൊക്കെ ഒന്ന് കൂട്ടി എടുക്കാം. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഞാൻ ഇറക്കം എടുക്കുന്നത്.
ഇനി നമ്മൾ കഴുത്ത് കട്ട് ചെയ്യുമ്പോൾ കഴുത്തിൻ്റെ മുകളിൽ ഇതാ 2 പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും വീതി എത്രയാണ് വരുന്നത് വെച്ചെങ്കിൽ അതുപോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലൊരു ബോക്സാണ് നമ്മൾ ആദ്യം വരച്ചെടുക്കേണ്ടത്. ഈ ബോക്സിനുള്ളിൽ വേണം നമ്മൾ ഏത് മോഡൽ കഴുത്താണോ വരയ്ക്കുന്നത്, റൗണ്ടാണോ ചതുരാണോ ഇനി പല തരത്തിൽ പല മോഡലിൽ ഓരോ കഴുത്തുകളൊക്കെ വരയ്ക്കില്ലേ, അതെല്ലാം ഈ ബോക്സിൽ ഒതുങ്ങത്തക്ക വിധത്തിൽ വേണം നമ്മൾ കഴുത്ത് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ വരച്ചിട്ടുള്ളത് ഫ്രണ്ടിലെ കഴുത്താണ്, ബാക്ക് കഴുത്തല്ല. എനിക്ക് ബാക്ക് കഴുത്ത് കുറച്ചും കൂടെ ഇറക്കി കട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഫ്രണ്ടിലെ കഴുത്ത് മാത്രമാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ ഇറക്കത്തിന് വേണ്ടിയിട്ട് ഒരു പോയിൻ്റ് ഇട്ടിട്ടുണ്ടല്ലേ, ആ പോയിൻറ്റും കൂടി നമ്മുടെ ഇറക്കം ഒന്ന് കറക്റ്റ് എത്രയാണോ എടുക്കേണ്ടത് വെച്ചെങ്കിൽ അതും കൂടി അങ്ങ് എടുത്ത് കൊടുക്കാം. അപ്പോൾ ലാസ്റ്റ് ഇറക്കം കട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം മാത്രം എടുത്തിട്ട് നമ്മൾ ഫ്രണ്ട് കഴുത്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ കഴുത്തിൻ്റെ ഭാഗം കറക്റ്റാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. പതിയെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കാരണം ഇത് പൊതുവേ ഇതൊരു നൈസ് മെറ്റീരിയലാണ്. നമ്മൾ കത്രികയൊക്കെ പെട്ടെന്ന് തെന്നി പോവാൻ ചാൻസ് കൂടുതലായതുകൊണ്ട് തന്നെ പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിങ്ങനെ തെന്നി പോകുന്നത് കാരണം ഞാൻ അങ്ങനെ പിൻ ചെയ്ത് കൊടുക്കും. അങ്ങനെ പിൻ ചെയ്ത് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം ഇത്രയും മെറ്റീരിയൽസൊക്കെ ആകുമ്പോഴേ നമുക്ക് പെട്ടെന്ന് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ അളവെല്ലാം തെറ്റും. പിന്നെ ലാസ്റ്റ് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാവും സ്റ്റിച്ച് ചെയ്തെടുക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പം ഞാനത് തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിലെ കഴുത്ത് ഭാഗമാണ് കട്ട് ചെയ്തെടുത്തല്ലേ. ഇനി നമുക്ക് ബാക്കിലെ കഴുത്ത് ഭാഗം കൂടി കട്ട് ചെയ്യണ്ടേ. അപ്പോൾ നമ്മൾ ബാക്കിലെ കഴുത്ത് മാത്രമേ നമുക്ക് മാറ്റേണ്ടുള്ളൂ. ബാക്കി വണ്ണവും കൈക്കുഴിയും ഒക്കെ ഒരുപോലെയാണല്ലേ. അപ്പോൾ നമുക്ക് ബാക്കിലെ കഴുത്തും അതുപോലെ ഫ്രണ്ടിലെ കഴുത്ത് പോലെ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. പക്ഷേ എന്തുണ്ട്, ഒരു കുറച്ച് ഇറക്കം കൂട്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നേ ഉള്ളൂ. ഫ്രണ്ടിലെ കഴുത്തിനേക്കാൾ കുറച്ച് ഇറക്കം കൂട്ടി എടുക്കുന്നുണ്ട് ബാക്കിലെ കഴുത്ത്. അപ്പോൾ അത് മാത്രം ഇതിൽ വ്യത്യാസം വരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഒരുപോലെ തന്നെയാണ്. ചില ആളുകൾ ബാക്കിലെ കഴുത്ത് കുറച്ചെടുക്കും, അല്ലെങ്കിൽ കൂട്ടിയെടുക്കും. അപ്പോൾ അതിനുള്ള വ്യത്യാസം വരുമല്ലോ. രണ്ടും ഒരേ ലെവലാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് കട്ട് ചെയ്താൽ മതിയായിരുന്നു. ഇതിപ്പോൾ രണ്ടും വ്യത്യസ്തമായതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ഭാഗം നമ്മൾ ഫ്രണ്ടിലേക്ക് അങ്ങ് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ മടക്കിയിട്ട് കൊടുത്തു. ഇനി ബാക്ക് കഴുത്തും കൂടി ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ കൊണ്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിതാ ബാക്കിലെ കഴുത്തും കൂടെ കട്ട് ചെയ്തെടുത്തു. ഇനി ബാക്കി എല്ലാം ഒരുപോലെയാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. കാരണം സൈഡൊക്കെ ഒരുപോലെയല്ലേ നമ്മൾ രണ്ട് ഭാഗത്തും വേണ്ടത്. അപ്പോൾ നമ്മൾ ഇറക്കം നേരത്തെ ഒരു മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് എത്രയാണ് വേണ്ടതെന്നുള്ളത് അതും വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈക്കുഴിയും നമ്മുടെ ഷേപ്പ് കണ്ടല്ലോ, അരവണ്ണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മളിത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മാർക്കിലൂടെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക. വേറെ ഒരു പണിയും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചുരിദാർ ഏതാണോ നമ്മൾ അളവിനായിട്ട് എടുത്തിട്ടുള്ളത്, ആ അളവ് ചുരിദാർ നമ്മൾ വെട്ടി കട്ട് ചെയ്യേണ്ട ആ ഒരു മെറ്റീരിയലിൻ്റെ മുകളിൽ അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ടില്ലേ, അതുപോലെ പോയിൻ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതുപോലെ അങ്ങ് വരച്ചെടുക്കുക. ഇത്രേ പണിയുള്ളൂ കേട്ടോ, വേറെ പണികളൊന്നുമില്ല. ഇനി ഇപ്പം നമ്മൾ ലൈനിങ് ആണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഒറിജിനൽ നമ്മൾ ചുരിദാർ തയ്ക്കുന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ, ചുരിദാറിനായിട്ട് ഫ്രണ്ടിൽ കാണുന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ, ആ മെറ്റീരിയലും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാൻ ഈ രണ്ട് ഭാഗങ്ങളും സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചുരിദാർ തയ്ക്കുന്ന മെറ്റീരിയലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇനി ഇതും നമ്മൾ നേരത്തെ മടക്കിയിട്ടുണ്ടല്ലോ, ആ നേരത്തെ മടക്കിയതുപോലെ മടക്കുക. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 2 മീറ്റർ തുണി എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം കയ്യിന് ഞാൻ വേറൊരു മെറ്റീരിയൽ എടുത്തത് കാരണം നേരത്തെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് കറക്റ്റായിട്ട് ഇറക്കം കിട്ടുന്നില്ല, എൻ്റെ അളവിനുള്ള ഇറക്കം കിട്ടുന്നില്ല. അപ്പം നമ്മൾ സാധാരണ പോലെ അങ്ങ് മടക്കില്ലേ, 4ആയിട്ട് മടക്കുന്ന പോലെ നമ്മൾ മടക്കുക. കാരണം പ്ലെയിൻ മെറ്റീരിയൽ ആകുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മടക്കി കൊടുക്കാം. നമുക്ക് ഇറക്കം എങ്ങനെയാണോ കിട്ടുന്നത് അതുപോലെ മടക്കി കൊടുക്കാം. വർക്കൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കറക്റ്റായിട്ട് ആ വർക്ക് നമുക്ക് അതുപോലെ കിട്ടണ്ടേ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മടക്കേണ്ടി വരും. ഇതാകുമ്പോൾ അങ്ങനെ ഒരു കുഴപ്പം ഇല്ല. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള ലൈനിങ് ഉണ്ടല്ലോ, അത് ഓരോരോ ഭാഗങ്ങൾ ഫ്രണ്ട് ഭാഗം ആദ്യം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അളവിനെടുത്ത് ചുരിദാറിൻ്റെ കറക്റ്റ് ഇറക്കം എത്രയാണെന്ന് വെച്ചാൽ ആ ഇറക്കം കൂടി ഒന്ന് മാറ്റി കൊടുത്തു കേട്ടോ, വരച്ചു കൊടുത്തു. ഇനി ഒരു പണിയുമില്ല, നമ്മൾ ലൈനിങ് വെച്ചിട്ടുള്ള അതുപോലെ അങ്ങ് വരച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ ശരിക്കും എത്ര ഇറക്കം വേണോ ആ ഇറക്കം കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. വേറെ വർക്കൊന്നുമില്ല കേട്ടോ. എന്നിട്ട് അതിന് മുകളിൽ വെച്ചിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കുക. അത്രേ പണിയുള്ളൂ. അപ്പോൾ ഞാനിത് ലൈനിങ് വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ മടക്കിയതിൽ
ബാക്ക് കഴുത്തും ഫ്രണ്ട് കഴുത്തും ഫ്രണ്ടിലെ അതേ ലെവലിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഷേപ്പ് എല്ലാം അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ബാക്ക് കഴുത്ത് നേരത്തെ കുറച്ച് കൂടുതലായിട്ടല്ലേ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തതിൽ നിന്ന് നമ്മൾ ബാക്ക് ഭാഗം ഏതാണോ എടുക്കുന്നത് ആ ഭാഗം മാത്രം അങ്ങ് എടുത്തിട്ട് ബാക്ക് കഴുത്ത് കുറച്ച് ഇറക്കം കൂട്ടി വെട്ടിക്കൊടുത്താൽ മതി. നമ്മൾ കുറവ് ഏത് ഭാഗമാണുള്ളത് ആദ്യം കുറവ് ഭാഗം മൊത്തത്തിൽ അങ്ങ് വെട്ടിയെടുക്കാം. ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും വെട്ടിയെടുക്കാം. എന്നിട്ട് കൂടുതലുള്ള ഭാഗം മാത്രമാക്കി എടുത്തിട്ട് അത് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി കേട്ടോ. ഇപ്പം ഞാൻ ഫ്രണ്ട് കഴുത്ത് കുറവുള്ളത് കൊണ്ട് 2 മെറ്റീരിയലും ഫ്രണ്ട് കഴുത്താണ് ഇപ്പോൾ വരച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾക്കിതിന്ന് ഫ്രണ്ട് ഭാഗം മാത്രം ഏതെങ്കിലും ഒരു പീസ് കാരണം രണ്ടും ഒരേ കഴുത്തളവാണല്ലോ എടുത്തിരിക്കുന്നത്, അതങ്ങ് മാറ്റി വെച്ചു. ഇനി നമുക്ക് ബാക്ക് കഴുത്ത് അതിൽ തന്നെ ബാക്ക് കഴുത്താണ് കട്ട് ചെയ്തെടുക്കാം. കാരണം ബാക്ക് കഴുത്ത് കുറച്ച് ഇറക്കം കൂടുതലല്ലേ. അപ്പോൾ ഞാൻ നല്ല വൃത്തിയിൽ തന്നെ ചുളിവൊന്നും ഇല്ലാതെ നിവർത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് കഴുത്തിന് വേണ്ടിയിട്ട് വെട്ടി മാറ്റി വെച്ച ലൈനിങ് ഉണ്ടല്ലോ, ആ ലൈനിങ് നമുക്കിതിൻ്റെ മുകളിലൊന്ന് വിരിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾക്ക് അതിൻ്റെ ലൈനിങ് വെച്ച് കൊടുത്തിട്ട് ഞാനൊന്ന് പിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിൻ ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകണ്ടെന്ന് കരുതിയിട്ടാണ്. കാരണം ഇത് വളരെ നൈസായിട്ട് അങ്ങനെ നല്ല തെന്നി പോകുന്ന തരത്തിലുള്ള ഒരു മെറ്റീരിയലാണല്ലോ. അപ്പോൾ അതങ്ങനെ പോകണ്ടെന്ന് കരുതിയിട്ടാണ് ഞാനിങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ ഇതിൽ ഫ്രണ്ടിലെ കഴുത്താണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ബാക്കിൽ ലൈനിങ് വെച്ച് കൊടുത്തപ്പോൾ നമുക്കിതിൻ്റെ കറക്റ്റ് കഴുത്തിൻ്റെ ആ ഒരു ഇറക്കം കിട്ടി. ഇനി അതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മളപ്പോൾ ബാക്ക് കഴുത്തും ഫ്രണ്ട് കഴുത്തും നമ്മൾ കട്ട് ചെയ്തെടുത്തു. 2 ഭാഗങ്ങളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു അല്ലേ. ബാക്ക് ഭാഗവും ഫ്രണ്ട് ഭാഗവും നമ്മുടെ കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ കൈ മാത്രം കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി കൈ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ഇതുപോലൊരു മെറ്റീരിയലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ കൈ കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടി നമ്മൾ അളവിനെടുത്തിട്ടുള്ള ചുരിദാറിലെ കൈ ഉണ്ടല്ലോ, അത് അതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. വേറെ പണിയൊന്നുമില്ല. അതുപോലെ അങ്ങ് വെച്ച് കൊടുത്തിട്ട് അതേ മാർക്കിൽ ഇങ്ങനെ പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ട് അങ്ങ് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. ഞാൻ അങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കാറുള്ളത്. ഇത് കണ്ടോ, ഇതുപോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എത്രയാണോ നമ്മുടെ ഇറക്കം, കൈയിന് ഇറക്കം, അപ്പം ഞാൻ ഇത്ര ഇറക്കം എടുക്കില്ല, ഞാൻ ഫുൾ കൈയാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഇറക്കം കൂട്ടി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു കൈയിൻ്റെ ഷേപ്പിൽ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചുരിദാറിൻ്റെ ബോഡി കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൈക്കൂടെ അവിടെ കറക്റ്റായിട്ട് വരച്ചെടുത്തു. പക്ഷേ കൈ കട്ട് ചെയ്തെടുക്കുമ്പോൾ അവിടെ ഒരു ചെറിയൊരു കർവ് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് നല്ല ഷേപ്പിൽ കിടക്കുള്ളൂ. അപ്പം നമ്മുടെ കൈ കട്ട് ചെയ്യലും കഴിഞ്ഞു.